മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 3-4 വ്യക്തികൾ എന്നോട് ടെലിഫോൺ ചെയ്തു. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ധാരാളം പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. അവരിൽ ചിലർ എൻ്റെ അടുത്ത് വന്നിട്ട് പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ സംസാരിച്ചു. സാറേ, ഇന്ന വാർത്തകൾ വരുന്നുണ്ട്, വാട്സപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഫേസ് പേജിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തെങ്കിലും മറുപടി കൊടുക്കണ്ടേ? ആരാ സാറേ മറുപടി കൊടുക്കുന്നേ? ഞാൻ കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ സാറ് അതിന് മറുപടി കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു വികാരത്തിൻ്റെ രീതിയിലുള്ള ഒരു ക്വയറി. അവനവനൊന്നും അറിഞ്ഞും കൂടാ, ഒന്നും പ്രവർത്തിക്കുകയില്ല. അതേ സമയത്ത് താൻ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നവനാണെന്ന് വരുത്തി തീർക്കണം. അങ്ങനെ ഒന്ന് കാണിക്കുകയും വേണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഞാൻ 2-3 ദിവസമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ വേറെ മാറ്റി ഒന്ന് പറയുകയാണ്. ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വികാരം കൊള്ളേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, അറിയാവുന്ന കാര്യമാണെങ്കിൽ ഭംഗിയായിട്ട് വിവരിക്കുക. നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ വാദിക്കാനും ജയിക്കാനും ശ്രമിച്ചാൽ പരാജയപ്പെടും. അതിന് ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെന്തിനാ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കുന്നത്? നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. 2, അറിഞ്ഞുകൂടാത്തത് അറിഞ്ഞുകൂടാ എന്ന് പറയാനും കൂടി പഠിക്കണം. വെറുതെ ഇല്ലാത്ത കുറെ ഉത്തരങ്ങൾ കൊടുത്ത് എന്തെങ്കിലും ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുമെന്നറിയാൻ നമ്മളല്ലല്ലോ ഹിന്ദു ധർമ്മം സൃഷ്ടിച്ചത്. നമ്മളല്ലല്ലോ ഈ ഗ്രന്ഥങ്ങൾ സൃഷ്ടിച്ചത്, എഴുതിയത്. ആ ഗ്രന്ഥങ്ങൾ എഴുതിയ കാലത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് അത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതുണ്ടാവാം, യോജിക്കാത്തതുണ്ടാവാം. അത് തന്നെ ആർക്കെങ്കിലും സ്വീകരിക്കണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വീകരിക്കാം. തിരസ്കരിക്കണമെങ്കിൽ അന്ന് തിരസ്കരിച്ചവരുണ്ട്, ഇന്നും തിരസ്കരിക്കാം. അന്ന് എഴുതിയതിനെയെല്ലാം ചാർവാക ബ്രാഹ്മണരെന്ന് പറയുന്ന ഒരു വിഭാഗം യുക്തിവാദികൾ നാഗശിഖാന്തം എതിർത്തിരുന്നു. അപ്പൊ എതിർക്കാൻ അന്ന് സ്വാതന്ത്ര്യമുണ്ട്, ഇന്നും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഉത്തരം പറയാൻ പോകുമ്പോൾ എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കുക, രാമായണത്തിലെ ഓരോ ചരിത്ര പുരുഷന്മാരും ചെയ്തതിനെ ന്യായീകരിക്കുക, അല്ലെങ്കിൽ മഹാഭാരതത്തിൽ സംഭവിച്ചതിനെ ആരെങ്കിലും ചോദിച്ചാൽ അവനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുമ്പോൾ പലപ്പോഴും ഈ വികാരത്തിളപ്പിലെടുത്ത് ചാടുന്ന വ്യക്തിക്ക് ഉത്തരം കിട്ടാതെ തിരിച്ചു വരേണ്ടി വരും. അപ്പൊ പിന്നെ വികാരത്തിളപ്പും പിന്നെ അബദ്ധത്തിന്റെ തിളപ്പും എല്ലാം കൂടി ചേർത്തിട്ട് പരാജയപ്പെടേണ്ടി വരും. നമ്മൾ എന്തിനാ ഇതെല്ലാം നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ട് ഉത്തരം കൊടുക്കാൻ പോകുന്നത്? അറിഞ്ഞുകൂടാത്തത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞൂടെ? MT വാസുദേവൻ നായർ എഴുതിയ നോവലില് ഒരു വരിയെടുത്ത് നിങ്ങളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? അത് MT വാസുദേവൻ നായർ സാർ എഴുതിയതാണ്, എനിക്ക് അറിഞ്ഞൂടാ. തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ ഒരു വരിയെടുത്തതിന് ശേഷം നിങ്ങളോട് അതിന്റെ ഉത്തരം ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? ഞാനത് വായിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയാൻ ഇത്ര ഭയപ്പെടുന്ന എന്തിനാ? 10,000-കണക്കിന് ഗ്രന്ഥങ്ങളും വീക്ഷണങ്ങളും 1000-കണക്കിന് ഋഷിമാരും ഉള്ള ഒരു നാട്ടില് ഒരു ഋഷി പറഞ്ഞത് ആവണമെന്നില്ല മറ്റേ ഋഷി പറഞ്ഞത്. വ്യത്യാസമില്ലേ? ബൈബിളിൽ തന്നെ വ്യത്യാസമില്ലേ? മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും മാത്യുവിന്റെ സുവിശേഷവും ജോണിന്റെ സുവിശേഷവും, മത്തായി മാത്യു ഒന്ന് തന്നെയാണ്, മാർക്കോസിന്റെ, മത്തായിയുടെ, ലൂക്കോസിന്റെ, മാർക്കോസിന്റെ, യോഹന്നാന്റെ സുവിശേഷം 4 രീതിയിലല്ലേ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? അതിലിപ്പോ അവര് ഉത്തരം കൊടുക്കാൻ നിൽക്കാറുണ്ടോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടാവും. അത് ശരിയാണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് അത് എഴുതി, ശരിയാണെങ്കിൽ എടുക്കുക, ശരിയല്ലെങ്കിൽ എടുക്കണ്ട. നമ്മളെന്തിനാ വികാരം കൊണ്ട് കുറേയധികം തുള്ളിച്ചാടി ഉത്തരം കൊടുക്കാൻ പോകുന്നത്? ഒന്ന്, ഹിന്ദുക്കൾക്ക് 99.999% ആൾക്കാർക്ക് ഇതിന്റെ കണ്ടന്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. എന്നുള്ളതൊരു തെറ്റൊന്നുമല്ല. പഠിക്കാൻ ശ്രമിക്കണം. ശ്രമിക്കുമ്പോഴും വിശാലമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. പഠിച്ച വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ശ്രമിക്കണം. പഠിച്ച വിഷയങ്ങൾ തന്നെ പല രീതിയിലുണ്ട്. ഇപ്പോ ഒരു ഇരിങ്ങാലക്കുടയിലുള്ള വലിയൊരു തന്ത്ര പണ്ഡിതനുണ്ട്. അദ്ദേഹം കോഴി അറക്കലും കള്ളു നിവേദിക്കലും ഇതൊക്കെ അമ്പലങ്ങളിൽ ആവശ്യമാണെന്ന് പറയുന്ന ആളാണ്. അത് അയാൾക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അയാൾ പറയുന്നത് ശരിയല്ലെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളുടെ ശരിക്ക് പഞ്ചമകാരത്തിലൂടെ പറയുന്ന കൗളമാർഗ തൽപര സേവിതായൈ നമഃ എന്ന ലളിതാസഹസ്രനാമത്തിലുള്ള കൗളമാർഗം ശങ്കരാചാര്യനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു. പിന്നീട് മാധ്വാചാര്യൻ ശ്രമിച്ചു. പിന്നീട് നാരായണ ഗുരുദേവൻ ശ്രമിച്ചു. ചട്ടമ്പി സ്വാമികൾ ഭാഗികമായിട്ട് അനുകൂലമായിരുന്നു അതിന്, പൂർണ്ണമായിട്ടല്ല.
അപ്പൊ ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനം കൊടുക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ആ വ്യാഖ്യാനം കൊടുത്തത് ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട. അതിന് ന്യായീകരണം കൊടുക്കാൻ നമ്മളെ ആരാ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്? ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഇടുക്കി ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടറൊന്നും അല്ലല്ലോ, നമ്മളിവിടുത്തെ മുഖ്യമന്ത്രി അല്ലല്ലോ. ന്യായീകരിക്കാനോ എതിർക്കാനോ പാത്രിയാർക്കീസ് ബാവയുടെ അച്ഛനൊന്നും അല്ലല്ലോ. നമ്മൾ KCBCയിലെ പ്രസിഡന്റൊന്നും അല്ലല്ലോ. ഉത്തരം കൊടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന എന്തിനാ? അറിയാവുന്നവർ ഉത്തരം കൊടുക്കുക, അറിയാവുന്നവർ കൗണ്ടർ ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനും കൂടി ഉത്തരം കൊടുക്കാൻ പാകത്തിന് നിൽക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, കെമിസ്ട്രിയിലെ എല്ലാ ചോദ്യത്തിനും ഒരു കെമിസ്ട്രി പ്രൊഫസർക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഫിസിക്സിലെ എല്ലാ ചോദ്യത്തിനും ഒരു ഫിസിക്സ് പ്രൊഫസർക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഷേക്സ്പിയറുടെയും ചാൾസ് ഡിക്കൻസിന്റെയും എല്ലാ നോവലുകൾക്കും ഒരു ഇംഗ്ലീഷ് പ്രൊഫസർക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഇത് സാമാന്യ ബുദ്ധിയല്ലേ? എന്തിനാ വികാരം കൊള്ളുന്നത്? എനിക്കറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ട് പറയാം. കിട്ടുകയാണെങ്കിൽ പറയാം, ഇല്ല നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം. അപ്പൊ അറിഞ്ഞൂടെന്ന് പറയാനും കൂടി പഠിക്കണം. രണ്ട്, ഒരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കാനോ അന്യായീകരിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മളെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അറിയാമെങ്കിൽ ഭംഗിയായിട്ട് പറയാം. അതല്ല വികാരത്തിമർപ്പിലൂടെ വാട്സപ്പ് അയച്ചിട്ട് നിങ്ങൾ അതിന് മറുപടി കൊടുക്കണം, അവര് മറുപടി കൊടുക്കണം. എന്തിനാ മറുപടി കൊടുക്കാൻ പോകുന്നത്? കുറേ അധികം പേര് നമ്മുടെ ഊശാന്താടി വെച്ചിരിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതനുണ്ട്. അയാള് പറയുന്നതിന് മറുപടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്നിരുന്നു. ഓരോരുത്തർ പറയുന്നതിന് മറുപടി കൊടുക്കണമെന്ന്. നമ്മളെന്തിനാ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? മറുപടി നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തത് നിൽക്കില്ല. മറുപടി കൊടുക്കണമെങ്കിൽ ഭംഗിയായിട്ട് മറുപടി കൊടുക്കുക, നല്ലോണം പഠിച്ച് മറുപടി കൊടുക്കുക, വസ്തുതാപരമായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അറിഞ്ഞുകൂടാന്ന് പറയുക. ഇതല്ലാതെ ഓരോന്നിനും ഉത്തരം കൊടുക്കാൻ പോകുന്നത് എന്തിനാ? അടുത്ത കാലത്ത് ഒരാള് വേറൊരു കാര്യം കൂടി പറയുകയുണ്ടായി. സാറ് പറയുന്ന ഓരോ പോയിന്റുകളും വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് കളിയാക്കിക്കൊണ്ട് അവഹേളിച്ചുകൊണ്ട് ചിലത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നും ഒരു റെഡ് സൺ എന്ന് പറയുന്ന ഒരാള് ശക്തമായിട്ട് സാറിനെ എതിർക്കുന്നുണ്ടെന്നും അതിന് മറുപടി കൊടുക്കണം. റെഡ് സണ്ണിന് സ്വാതന്ത്ര്യമുണ്ട് എന്നെ എതിർക്കാൻ. ഞാൻ പറയുന്നതിനെ കളിയാക്കാൻ യുക്തിവാദികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവര് പറയുന്നതിനെ എതിർക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തത് നിലനിൽക്കില്ല. ശരിക്കും ആലോചിച്ച് നോക്കാം. നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിച്ച സോക്രട്ടീസിന് വിഷം കൊടുത്താ കൊന്നത്. JC ബോസ് ബയോളജിയിൽ റിസർച്ച് തുടങ്ങിയപ്പോ എല്ലാവരും എതിർത്തു. നിങ്ങൾ ഫിസിക്സിൽ വർക്ക് ചെയ്യേണ്ട ആൾ എന്തിനാ ആവശ്യമില്ലാണ്ട് ബയോളജിയിൽ വന്നത്? ഡോക്ടർ CV രാമന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത ആളാണ് ഡോക്ടർ KS കൃഷ്ണൻ. KS കൃഷ്ണനും CV രാമനും ചേർന്നിട്ടാണ് രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത്. KS കൃഷ്ണന് ക്രെഡിറ്റേ കിട്ടിയില്ല. അത് ശരിക്കും രാമൻ ആൻഡ് കൃഷ്ണൻ എഫക്റ്റ് ആണ്, കൃഷ്ണൻ ആൻഡ് രാമൻ എഫക്റ്റ് ആണ് വരേണ്ടത്. ക്രെഡിറ്റേ കിട്ടിയില്ല. അതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ JC ബോസ് ലാസ്റ്റ് സ്റ്റേജിൽ അദ്ദേഹം 10-17 പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതൊക്കെ റഷ്യയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. ആ പുസ്തകമൊക്കെ എഴുതി ലോകം അംഗീകരിക്കുന്ന ലെവലിലേക്ക് എത്തിയ JC ബോസിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, അങ്ങ് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, ഞാൻ അതിനെ എതിർക്കുന്നു. അപ്പൊ JC ബോസ് തിരിച്ചു പറഞ്ഞത്, കൃമികീടങ്ങൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം ഉണ്ടെന്നാ പറഞ്ഞത്. കൃമികീടങ്ങൾക്ക് എവരി വേം ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഫ്രീഡം എന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്കാം. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും എതിർക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പുച്ഛിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അതിൽ വികാരം കൊള്ളാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതെടുത്ത് വേറൊരുവന്റെ തലയിൽ വെക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോ ആര് വേണമെങ്കിലും വിമർശിക്കട്ടെ. വിമർശനം ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ശരിക്ക് നമ്മളെ വിമർശിക്കുമ്പോഴല്ലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മൾ പറയുന്നതിനെ വിമർശകലനം ചെയ്തിട്ട് വിമർശിക്കുന്നവരുണ്ട്. അതുകൂടി ശ്രദ്ധിക്കണമെന്ന് നമ്മളെങ്ങനെയാ പഠിക്കുക? അനുകൂലിക്കുന്നവരിൽ നിന്നല്ലല്ലോ പഠിക്കുക, എതിർക്കുന്നവരിൽ നിന്നല്ലേ പഠിക്കുക. അപ്പൊ എതിർക്കാനും പുച്ഛിക്കാനും കട്ട് ചെയ്തിട്ട് അതിനെ പുച്ഛിച്ചുകൊണ്ട് കളിയാക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഈ ലോകത്തില്. അതൊന്നും നമ്മുടെ ശരീരത്തിനെയോ മനസ്സിനെയോ നിലനിൽപ്പിനെയോ ബാധിക്കില്ല. സത്യസന്ധമായ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ വികാരം കൊള്ളേണ്ട ഒരു കാര്യമില്ല. ഏത് പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ചും അതിനകത്തില്ലാത്തത് കൈകൊണ്ട് എഴുതി ചേർത്ത് ഈ പുസ്തകത്തിലുണ്ടെന്ന് പുറത്തെ പേര് നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് ബോധ്യപ്പെടുത്താം. ബൃഹദാരണ്യക ഉപനിഷത്തിലെ 17-ാം അധ്യായത്തിലെ 2-ാമത്തെ വരി ഏതാ ബൃഹദാരണ്യ ഉപനിഷത്ത് എന്ന് പോലും അറിയാത്തവരാണ് ഈ വായിക്കുന്നത്. മുമ്പിലുള്ളവർക്ക് പറഞ്ഞുകൂടാ. മുമ്പിലുള്ളതിനെ അങ്ങോട്ട് ധരിക്കുകയാണ് ഇയാൾ വായിക്കുന്ന ബൃഹദാരണ്യ ഉപനിഷത്താന്ന്. ചിലപ്പോൾ കയ്യിലുള്ളത് ബൈബിളായിരിക്കും, അതിനകത്ത് ഇയാളൊരു പേപ്പറിൽ എഴുതിയിട്ടായിരിക്കും വായിക്കുക. ഇതിന്റെ പുറംചട്ട ബൃഹദാരണ്യ ഉപനിഷത്തായിരിക്കും. അവിടെ നിന്ന് നോക്കുമ്പോൾ ക്യാമറയിൽ ബൃഹദാരണ്യ ഉപനിഷത്ത് നിന്ന് കാണും. അതാണ് ഈ ഹിന്ദുക്കളെ വിശ്വസിക്കുന്നത്. എത്ര ചീപ്പായിട്ട് ഹിന്ദുക്കളെ പറ്റിക്കാം.
ഇതിൻ്റെയൊക്കെ വികാരം കൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ഒന്ന്, അറിഞ്ഞുകൂടാതെ പറയുക, അറിയാവുന്നത് പഠിച്ചുത്തരം കൊടുക്കുക, പിന്നെയും അറിയാത്തത് ഉണ്ടാവും, അതിൽ ഇൻവോൾവ് ചെയ്യാണ്ടിരിക്കുക, ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ വികാരം തീവ്രമായിട്ടെടുത്ത് ചാടാതിരിക്കുക. ഇതിനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിലനിൽക്കേണ്ടതിനെ നിലനിർത്തും. ഇന്നലെ AK ആന്റണി പറയുന്നത് കേട്ടു, ബംഗാളില് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങള് വൻതോതിൽ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 36 വർഷം CPM അവിടെ ഭരിച്ചിട്ട് എന്താ ഇപ്പൊ സംഭവിച്ചത്? AK ആന്റണിയുടെ ഭാഷയിൽ എനിക്ക് അറിഞ്ഞുകൂടാ സത്യമാണോ നുണയാണോന്ന്. കുത്തി ഒഴുകാണ്. അതിന് ത്രിപുരയില് CPMകാര് മുഖ്യമന്ത്രി ഉൾപ്പെടെ പോകുന്ന ലെവലിലേക്കാണ് BJPയിലേക്ക്. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ നിലനിൽക്കേണ്ടത് നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്ത നിലനിൽക്കില്ല. അരുണാചൽ പ്രദേശിൽ എന്താ സംഭവിച്ചത്? മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി. എന്തായിരുന്നു ഉത്തർപ്രദേശിൽ സംഭവിച്ചത്? എല്ലാവരും ഒരു പാർട്ടിയെ എതിർത്തു. അവസാനം അവിടെ തന്നെ സംഭവിച്ചു. ശരിക്കും നരേന്ദ്രമോദി എന്നുള്ള നരാധമ മോഡി എന്നാക്കിയിട്ട് ഇപ്പോഴും തിരുവനന്തപുരത്ത് ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. നരാധമ മോഡി എന്ന് പറഞ്ഞ്, നരഭോജി മോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ലോകം അറിയപ്പെടുന്ന വ്യക്തിയാണ്. ആലോചിച്ച് നോക്കുക, നിലനിൽക്കേണ്ടത് നിലനിൽക്കും. ഫ്ലക്സിൽ പറഞ്ഞിരിക്കുന്നതാണ് നിലനിൽക്കേണ്ടതെങ്കിൽ അത് നിലനിൽക്കും. നരേന്ദ്രമോദി ചെയ്യുന്നതാണ് നിലനിൽക്കേണ്ടതെങ്കിൽ അത് നിലനിൽക്കും. എന്തിനാ വികാരത്തിന്റെ പുറത്ത് കിടന്ന് ചാടുന്നതും അല്ലെങ്കിൽ ഇല്ലാത്ത തെറ്റായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ പോകുന്നതും? ഇത് ഇന്നും കുറെ പേര് വിളിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീണ്ടും ആവർത്തിച്ചത്. പ്രണാമം, നമസ്കാരം.